ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഓട്സ് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓട്സ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. നോർമൽ ഓട്സിനേക്കാളും കുറച്ചുകൂടെ ന്യൂട്രിയൻ റിച്ചും ഫൈബർ റിച്ചും ആയിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ്. അത് കാണുമ്പോൾ തന്നെ ഓട്സിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ടല്ലോ. ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇതാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊന്ന് വാഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നോർമലി നമ്മൾ ഓട്സ് വാഷ് ചെയ്യാറില്ല. കുഞ്ഞിനായതുകൊണ്ട് ഞാനിത് വാഷ് ചെയ്തിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ആപ്പിളാണ്. ഒരു ഫുൾ ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. ഇത് ഇതും ഓട്സും കൂടെ വേവിക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. ആപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ വേറെ സ്വീറ്റ്നറിൻ്റെ ഒന്നും ആവശ്യമില്ല. ആപ്പിൾ വെന്ത് കഴിയുമ്പോൾ നോർമലി നമ്മൾ ആപ്പിൾ കഴിക്കുന്നതിനേക്കാൾ സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു മീൽ ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ കുട്ടികൾക്ക് ആപ്പിളും എത്തും ഓട്സും ഉള്ള ഫൈബറും എത്തുന്നതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനിത് ഡിന്നറിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. അതും ഡെയിലി അല്ല, വീക്ക്ലി വൺസ് ഓർ ട്വൈസ് കുഞ്ഞ് ഒരേ ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ നമ്മളിത് കൊടുക്കും. അങ്ങനെ ആണ്. അല്ലാതെ നമ്മുടെ ഞവരരിയുടെ അത്ര പ്രോ ന്യൂട്രീഷൻ റിച്ച് അല്ല ഓട്സ്. എപ്പോഴും നമ്മുടെ നാടൻ ബ്രൗൺ റൈസൊക്കെ കുറുക്കാക്കി കൊടുക്കുക. ഓട്സ് വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി മാത്രം കൊടുക്കുക. ഞാൻ ഇത് നന്നായിട്ട് മിക്സിയിൽ വെന്ത് കഴിഞ്ഞ ഓട്സ് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് അതിൻ്റെ കൂടെ ഒരു ഗുഡ് ഫാറ്റായിട്ട് ഞാൻ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നാടൻ നെയ്യാണ്, വീട്ടിൽ ഉണ്ടാക്കുന്നത് വാങ്ങിച്ചതാണ്. അത് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ഒരു ഗുഡ് ഫാറ്റും കൂടിയാവും, മീലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കൊടുക്കാം.